അവഗണിക്കുന്നവരുടെ ഇടയിൽ നിന്നും മെല്ലെ പടിയിറങ്ങുക. ഒറ്റക്കാണെന്ന തിരിച്ചറിവിനൊടുവിൽ കൈവരുന്ന ആത്മധൈര്യം ആയുധമായി കരുതുക. സ്നേഹിക്കുന്നവരെ ഭയക്കുന്നു. കാരണം മരണത്തേക്കാൾ വേദന സ്നേഹിച്ചവർ എന്നെ വേദനിപ്പിക്കുമ്പോഴാണ്. നമ്മെ വേണ്ടാത്ത ഒരാളെ നമുക്കും വേണ്ട. അത് പൊന്നായാലും പൊന്നിൻ കുടമായാലും. ആത്മാർത്ഥതയില്ലാത്തവരെ ഒഴിവാക്കി ജീവിക്കാൻ പഠിക്കുക. എല്ലാവരിൽ നിന്നും കുറച്ച് അകലം നല്ലതാണ്. അവരെ വേദനിപ്പിക്കാൻ വേണ്ടിയല്ല, നമ്മൾ സ്വയം വേദനിക്കാതിരിക്കാൻ വേണ്ടിയാണ്. മണ്ണിൽ അലിഞ്ഞു പോകാനുള്ള ഈ ശരീരമല്ലാതെ പിന്നെന്തുണ്ട് നമ്മുടെ കയ്യിൽ അഹങ്കരിക്കാൻ? മനസ്സൊന്ന് തെറ്റിയാൽ നാം പിന്നെ ഭ്രാന്തനാണ്. ശരീരം തളർന്നു പോയാൽ രോഗിയാണ്. ശ്വാസം നിലച്ചു പോയാൽ ജീവനില്ലാത്ത വെറും ജഡവും. ഒരു സ്ത്രീക്ക് സ്ത്രീയേക്കാളും പുരുഷനായിട്ടാണ് കൂടുതൽ സൗഹൃദം ഉള്ളതെങ്കിൽ അവൾ എപ്പോഴും ഹാപ്പിയായിരിക്കും. പുറമെ അമിതമായി ചിരിച്ചും കളിച്ചും സംസാരിച്ചുമൊക്കെ നടക്കുന്നവരുടെ ഉള്ളറിയാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ? അവരുടെ മനസ്സിൽ ഒളിഞ്ഞിരിക്കുന്നത് ഒറ്റപ്പെടലിൻ്റെ വേദന മാത്രമാണ്. മനസ്സ് എല്ലാവരിലും ഉണ്ട്, പക്ഷേ മനസ്സിലാക്കാനുള്ള മനസ്സ് എല്ലാവരിലും കാണില്ല. ഇന്നലകളിലെ നഷ്ടങ്ങളെയും സങ്കടങ്ങളെയും മറന്ന് സന്തോഷത്തിൻ്റെ ചിന്തകളെ വഴിതിരിച്ചു വിടാൻ കഴിവുള്ളതാവണം നമ്മുടെ പിന്നീടുള്ള ദിനങ്ങൾ. ആരെയും ഞാൻ തേടി പോവാറില്ല. എന്നാലോ ഇങ്ങോട്ട് തേടി വരാൻ മാത്രമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടുമില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരാൾ കാരണം മറ്റൊരാൾ സങ്കടത്തിലാവുകയും ജീവിതത്തെ തന്നെ വെറുക്കുകയും ചെയ്യുന്നതിനേക്കാൾ വലിയൊരു ദുരന്തം വരാനുണ്ടോ? അതുകൊണ്ട് നമ്മൾ ആരുടെയും ദുഃഖത്തിന് കാരണമാവാതിരിക്കാനായി ശ്രമിക്കുക.